ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാൻ പോയിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വരവിൽ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം. 1930 ഡിസംബർ മാസം 10-ാം തീയതി കവിയൂർ കൈപ്പള്ളിൽ കുടുംബത്തിൻ്റെ ശാഖയായ കാതേട്ടിൽ ശ്രീമാൻ കാതേട്ട് വർഗീസിൻ്റെയും ശ്രീമതി ഏലിയാമ്മ വർഗീസിൻ്റെയും മൂത്ത മകനായി ശ്രീ PV മത്തായി കവിയൂരിൽ ജനിച്ചു. കവിയൂരിൽ നിന്നും അഞ്ചലിലേക്ക് മാതാപിതാക്കൾക്കൊപ്പം വന്നു ചേരുകയും കവിയൂരിലും അഞ്ചലിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തു. ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾ മൂത്ത മകനെ സുവിശേഷ വേലയ്ക്കു വേണ്ടി സമർപ്പിച്ചിരുന്നു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ള കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. 1959 ഏബ്രഹാം മാർത്തോമ മെമ്മോറിയൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വേദപഠനം പൂർത്തിയാക്കി. സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ സുവിശേഷകനായി പത്തനാപുരം താലൂക്കിൽ ജാതി മത ഭേദമന്യേ എല്ലാ കുടുംബങ്ങളിലും ബൈബിൾ വിതരണം ചെയ്ത് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. 1959 സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ സുവിശേഷകനായി ആലപ്പുഴ സെയിൻറ് ജോർജ് മാർത്തോമ പള്ളിയുമായി ബന്ധപ്പെട്ട് കടൽ തീരങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 1960കളിൽ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ സുവിശേഷകനായി തെക്കൻ തിരുവിതാംകൂറിൽ നെയ്യാറ്റിൻകര, ഒറ്റശേഖരമംഗലം, കുട്ടമല, കാട്ടാക്കട, നെടുമങ്ങാട്, ചെറക്കുന്ന്, കോരണംകോട് എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു. വടശ്ശേരിക്കര നെയ്ത്തടം മത്തായി ഉപദേശി എന്ന പേരിൽ പൊതുവെ അറിയപ്പെട്ടു. 1965 അഞ്ചൽ ഇടമുളയ്ക്കൽ നെടിയവിള പുത്തൻ വീട്ടിൽ ശ്രീ യോഹന്നാന്റെയും ശ്രീമതി ഏലിയാമ്മയുടെയും മകൾ തങ്കമ്മയെ വിവാഹം കഴിച്ചു. അതിനുശേഷം വടശ്ശേരിക്കര, ഇടക്കുളം, മലയാലപ്പുഴ, ചേർത്തക്കൽ, കല്ലൂപ്പാറ, മന്തമരുതി എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു. KM വർഗീസ്, സുജ മാത്യു, KM ജോൺ എന്നിവർ മക്കളാണ്. പിതാവിൻ്റെ പാത പിന്തുടർന്ന് ഇളയ മകൻ KM ജോൺ 1994 പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തനത്തിനായി സമർപ്പിക്കുകയും തിരുവല്ല കൊമ്പാടി എപ്പിസ്കോപ്പൽ ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേദപഠനത്തിനായി അയക്കപ്പെടുകയും ചെയ്തു. 2009 ഡിസംബർ മാസം 10-ാം തീയതി അപ്പച്ചൻ്റെ 80-ാം പിറന്നാൾ വടശ്ശേരിക്കരയിൽ വെച്ച് കുടുംബാംഗങ്ങളോടും ഇടവക അംഗങ്ങളോടും ഒപ്പം ആഘോഷിച്ചു. 2011 ഇളയ മകൻ KM ജോണിന്റെ വേർപാടിനു ശേഷം 2012 ബാംഗ്ലൂരിൽ വരികയും ചെയ്തു. എൻ്റെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അടിയുറച്ച ദൈവവിശ്വാസവും ഉത്തമ സാക്ഷ്യവും പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്ത ജീവിതമാണ് ഞാൻ ഓർക്കുന്നത്. പപ്പയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും പ്രയാസമേറിയ കാലഘട്ടങ്ങളിലും അടിപതറാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ പപ്പായ്ക്ക് സാധിച്ചു. എൻ്റെ സഹോദരൻ ജോൺ പട്ടത്ത ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2011 മെയ് 15 അപകടത്തിൽ മരണപ്പെട്ടു. മകന്റെ കയ്യിൽ നിന്നും കുർബാന സ്വീകരിക്കുവാൻ ആഗ്രഹിച്ച പിതാവിനെ പ്രിയ മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങുവാനാണ് ദൈവം അനുവദിച്ചത്. ആ സമയത്ത്
ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞ് പ്രിയ മകന്റെ ചേതനേറ്റ ശരീരം ഏറ്റുവാങ്ങുന്ന പിതാവിനെയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. എന്തുകൊണ്ട് ദൈവമേ എന്ന് ദൈവത്തോട് പപ്പ ഒരിക്കലും ചോദിച്ചില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബ് 1-ാം അധ്യായം 21-ാം വാക്യം. ഇതായിരുന്നു പപ്പയുടെ സാക്ഷ്യം. സ്വന്തം ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് പപ്പ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത്. 2014 ജൂൺ 21-ന് 85-ാം വയസ്സിൽ ഉപദേശി ബാംഗ്ലൂരിൽ വെച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഭൗതിക ശരീരം ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുപോകുകയും മാതൃ ഇടവകയായ വടശ്ശേരിക്കര കർമ്മേൽ മാർത്തോമ ഇടവകയിൽ വെച്ച് ശവസംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുകയും ചെയ്തു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-ാം വാക്യം.